സോ മച്ചന്മാരെ, നമ്മുടെ സ്വിഫ്റ്റ് കിട്ടിയിട്ട് ആദ്യത്തെ ട്രിപ്പ് പോവാണ്. സ്വിഫ്റ്റ് കൊണ്ട് നേരെ വാഗമണിലേക്ക്. ഓൾറെഡി ഈ വണ്ടി വാഗമണ് പോയായിരുന്നെന്ന്. പക്ഷേ ഞാൻ നമ്മുടെ ഭാഗമായിട്ട് ഒന്ന് കുട്ടിക്കാനം ഒക്കെ കാണിക്കണമല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ ഏകദേശം ഒരു 128 പ്രാവശ്യം ഞാൻ കുട്ടിക്കാനം കഴിഞ്ഞ വർഷത്തിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം അത് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. സോ നമ്മൾ ഇവനെ കൊണ്ടൊന്ന് കുട്ടിക്കാനമൊക്കെ കാണിച്ച് ഒന്ന് വാഗമണ് വഴി കറങ്ങി ഒക്കെ ഒന്ന് തിരിച്ചു വരാം. എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എല്ലാം എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയണമല്ലോ. ഗാർഡ് റോഡ്സിലൂടെ ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയണം. സോ ഇവനെ കൊണ്ട് നമുക്ക് പോയി നോക്കാം. നീറവിളാകത്താണുള്ളത്. ഇവിടെ വെള്ളമൊക്കെ കയറി കിടക്കുമായിരുന്നു. സോ എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ ഫ്യൂൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നയാരയുടെ പെട്രോൾ പമ്പിൽ കയറി ഒരു 10 ലിറ്റേഴ്സ്. Can you see it? 10 ലിറ്റേഴ്സ് 1067 രൂപയുടെ പെട്രോൾ. 10 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ അടിച്ചപ്പോൾ കിട്ടിയത് വെറും 3 കട്ട. ആക്ച്വലി ഞാനാണെങ്കിൽ ഇപ്പോൾ പെരുവന്താനം ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനേ ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ നമുക്ക് ഹൈ റേഞ്ചിൽ ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഒന്നാമത് മാരുതിയുടെ വണ്ടികൾക്കകത്തൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാക്കാറുണ്ട് ഈ നമ്മൾ ഗാർഡ് റോഡ്സിൽ കൂടെ ഒക്കെ ഓടിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ ഇത്ര നേരം മൈലേജ് കീപ്പ് ചെയ്തായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഒരു 19 കീപ്പ് ചെയ്തായിരുന്നു ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഞാനൊന്ന് അഗ്രസീവായിട്ട് ഓടിച്ചു നോക്കി. അപ്പം മൈലേജ് കുറവുണ്ട്. അഗ്രസീവായിട്ട് ഓടിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് ഓക്കെ ആവുന്നുണ്ട്. ഇതുപോലെ ഭയങ്കര ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നോർമലി ഓടിച്ച് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ സ്പീഡ് കുറച്ചാണ് പോകുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ സ്പീഡ് കുറച്ചാണ് പോകുന്നത്. പക്ഷേ എനിക്ക് അല്ലാണ്ട് ഞാൻ കുറച്ചുകൂടെ മാനുവലിൽ ഇട്ടിട്ട്, ഇത് ആക്ച്വലി ഈ വണ്ടി ഓട്ടോമാറ്റിക്കാണ്. ഇപ്പം ഞാൻ ഓട്ടോമാറ്റിക് മാറ്റിയിട്ട് മാനുവലിലിട്ട് ഓടിക്കുമ്പോൾ കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ മണം ഒഴിവാക്കാനെ കൊണ്ട് ഞാൻ ചെയ്തേക്കുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇത് ഔട്ട്സൈഡ് ഇട്ടേക്കുന്നേ. ഇപ്പം ഞാൻ AC ഓഫ് ചെയ്ത് ഗ്ലാസ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എനിക്കൊരു തോന്നിയ പോരായ്മയാണ്. ഇത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മാരുതി വണ്ടികളിലും അനുഭവപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഒരിക്കലും ഒരു വണ്ടിയെ കുഞ്ഞാക്കി പറയുന്നതല്ല, കൊച്ചാക്കി പറയുന്നതല്ല, അല്ലെ മറ്റൊരു വണ്ടി നല്ലതാണെന്ന് അങ്ങനല്ല ഞാൻ പറയുന്നത്. എനിക്കിതിൽ തോന്നിയ ഒരു നെഗറ്റീവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ നൈസായിട്ട് പുല്ലുപാറ എത്തിയേക്കുവാണ്. നമുക്ക് എന്തായാലും വളനെങ്ങാനത്ത് നിർത്തിയിട്ടൊരു ചായ കുടിക്കണം. ഇന്നെന്തായാലും മഴയൊന്നുമില്ല. ഇത് ഭയങ്കര ക്ലീൻ ക്ലൈമറ്റാണിത്. വെയിലൊക്കെ ഉണ്ട്. സെറ്റ് ക്ലൈമറ്റ് ആട്ടോ. പക്ഷെ കുട്ടിക്കാലത്ത് വരുമ്പോൾ ഒരു ഷവറിങ് ഇല്ലെങ്കിൽ പിന്നെ വലിയ രസമില്ല. പക്ഷെ എന്തായാലും രസമുണ്ട്. നാളെ വരുമ്പോൾ ചെറിയ മഴ കിട്ടിയാൽ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ബാക്ക് അടിക്കുക. നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ചെറിയൊരു ഷൂട്ടിങ്ങും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് നമ്മൾ സ്റ്റേ ബാക്ക് അടിക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മളെന്നും ഐസ്ക്രീം മേടിക്കായിരുന്നു, മിൽമയുടെ. സോ ആ പതിവ് മുടക്കണ്ട, നമുക്കൊരു മിൽമയുടെ ഐസ്ക്രീം മേടിച്ചോണ്ട് പോവാം. സോ ബോയ്സ്, നമ്മൾ ഇവിടെ വരുമ്പോൾ എന്നും മേടിക്കുന്ന ഒരു സംഭവമാണ് ഈ പുള്ളിക്കാരൻ്റെ അടുത്തുനിന്ന് കുൽഫി. മിൽമയുടെ കുൽഫി നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ. എന്തായാലും ഇത് കഴിക്കാം. സോ മച്ചാനെ, ഇതാണ് നമ്മുടെ മിൽമയുടെ കുൽഫി. സാധനം കൊള്ളാം കേട്ടോ. സോ കുട്ടിക്കാനം എത്തിയിരിക്കുവാണ്. ക്ലൈമറ്റൊക്കെ നോർമൽ ക്ലൈമറ്റാണ്. മഴക്കോളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും മഴയൊന്നുമില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ സൂര്യപ്രകാശവും സൺലൈറ്റും ഒക്കെ ഉണ്ട്. ആൻഡ് ആ കടയിൽ നിന്ന് നമ്മളൊരു ചായയൊക്കെ പറഞ്ഞു സെറ്റായിട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ കുട്ടിക്കാനത്തിൻ്റെ അവസ്ഥ. അത് ദൂരെ കണ്ടോ, മഴക്കോളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ നൈസായിട്ട് ഒരു ചായ കുടിച്ച് ഒന്നല്ല 2 ചായ അത് കുടിച്ച് സെറ്റായിട്ടിരിക്കുക. നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറ റൂട്ടാണ് ആ മുകളിൽ പോകുന്നത്. നമ്മൾ ചുമ്മാ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ചുമ്മാ ഇവിടെ ഒരു കുളം ഞാൻ ഇതിനു മുമ്പ് കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. അതെവിടാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. വണ്ടി ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്തു. ഇവിടെ ഒരു പഴയ പൊളിഞ്ഞ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വാഗമണ് പോവാം. നമ്മുടെ റിസോർട്ടിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, പറഞ്ഞായിരുന്നല്ലോ, ഒരു പ്രൊമോ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ അതിന് പോവാണ്. ഇവിടെ ഏതോ അമ്പലത്തിൽ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, നല്ല വൈബുണ്ട് കേട്ടോ. സോ ഫൈനലി നമ്മൾ കുളം കണ്ടുപിടിച്ചിരിക്കുവാണ്. ഇത് കുട്ടിക്കാനം
ഏലപ്പാറ റൂട്ടിലാണ് ഈ കുളം ഉള്ളത്. ഞാനിപ്പോൾ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയിൽ ആപ്പിൾ കാർപ്ലേ കണക്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ആപ്പിൾ കാർപ്ലേ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കൂട്ടത്തിൽ വോയിസ് റെക്കോർഡ് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ പൊന്നടവ്, ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇവിടെ അടിപൊളി ഒരു കുളം കേട്ടോ. ഇത് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ അടിപൊളി. നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇടയ്ക്ക് സ്റ്റോറി എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാനിവിടെ എത്തിപ്പെട്ടാണ്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സ്റ്റോറിയിൽ കണ്ട സ്ഥലമായതെന്ന്. നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ കുറച്ച് ബി റോൾസ് കാണിക്കാം. എൻ്റെ പൊന്ന് വച്ചാനെ, ഫ്രെയിം ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, എനിവേ നമുക്ക് ഇവിടെ അല്ല കാണാനുള്ളത്, നമുക്ക് വാഗമണ്ണാണ്, അങ്ങോട്ട് പോവാം. മച്ചാനെ നമ്മൾ ഏലപ്പാറ കയറി, ഇല്ല പുള്ളി ഇടത്തെ സൈഡിൽ കൂടെ ഒക്കെ ആണല്ലോ പോകുന്നത്. ഏലപ്പാറ കയറി മറ്റേ വാഗമണ്ണിലുള്ള ഷോർട്ട് കട്ടിൽ കൂടെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. മൂടായിരുന്നു. പിന്നെ ആ ഏലപ്പാറയൊക്കെ ഭയങ്കര ക്രൗഡ്. പിന്നെ അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയില്ല. നമുക്കല്ലെങ്കിലും ക്രൗഡ് ഭയങ്കര അലർജി ആണല്ലോ. സോ നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പം വലിയ തിരക്കൊന്നുമില്ല. ഇത് അധികം ആർക്കും അറിയാത്ത റൂട്ടാട്ടോ. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ നൈസ് വഴിയാണ്. പൊന്നു മച്ചാനെ, ഫ്രെയിം നോക്കിയാൽ കിടു ഗംഭീരം. നമ്മളെ ആ ഒരു ലൈറ്റ് കണ്ടോ, അത് വരാട്ടുമേടാണ്. അതിൻ്റെ മണ്ടയ്ക്ക് ഓഫ് റോഡേഴ്സ് ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. അതുകൊണ്ടോ, അത് ലൈറ്റ് അവിടെ തിളങ്ങുന്നത് ഓഫ് റോഡേഴ്സാണ്. അവർ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവരിറങ്ങി വരുമായിരിക്കും. എന്തായാലും അവിടെ ഓഫ് റോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സോ നമ്മുടെ വണ്ടി ഇട്ടേക്കുന്ന ഫ്രെയിം ഒന്ന് നോക്കിയാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. സോ നമ്മൾ വാഗമണിൽ നമ്മുടെ ഈ പ്രൊമോ ചെയ്യാനുള്ള പ്രോപ്പർട്ടിയിൽ എത്തിയേക്കുവാണ്. സോ ഞാൻ ആ പ്രോപ്പർട്ടി ഒന്ന് കാണിക്കാം നൈസായിട്ട്. ഇത് ആക്ച്വലി ഒരു ബേസിക് സെറ്റപ്പാണ്. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ ഇവിടെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഭയങ്കര സ്പേസാണ് ഇവിടെ. നമ്മൾ വിചാരിക്കാത്ത റേറ്റിലാണ് ഈ ഒരു സംഭവം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ കിച്ചൺ പോലത്തെ സംഭവമൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. സോ ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പ്. ഇതൊരു കൺവേർട്ടബിൾ ബെഡ് കം ഒരു സോഫയാണ്. ഇവിടെ 2 സെറ്റി, ഇവിടെ ഒരു ഡൈനിങ് സെറ്റപ്പ്, വാഷ് ബേസിൻ, TV, ടീപ്പോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടിലം ബാൽക്കണിയാണ്. പക്ഷേ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണത്തില്ല. നമ്മുടെ മുട്ടം വ്യൂ ആണെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും നാളെ രാവിലെ നോക്കാം. ഇത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് നമ്മൾ വിചാരിക്കാത്ത റേറ്റിൽ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പം പറയുന്നില്ല, എല്ലാം അവസാനം പറയാം കേട്ടോ. നമ്മളെ പയ്യനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോട്ടയാണത് ആ മേളിൽ കാണുന്നത്. നമ്മൾ ഇതുവഴി നടന്ന് മേലോട്ട് പോവാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. താഴത്ത് നല്ല കിടിലം വ്യൂ കേട്ടോ. നാളെ രാവിലെ എന്തായാലും ഇത് കാണാം. ഗുഡ് മോർണിംഗ്. അടുത്ത ദിവസമായിക്കുവാണ്. ഇതാണ് നമ്മുടെ കോട്ടേജിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ വന്നേക്കുന്നത്. അങ്ങ് ദൂരത്ത് നമുക്ക് AVTയുടെ ഫാക്ടറിയും പ്ലാന്റേഷനും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും രാവിലെ നല്ല ബേഡ്സിൻ്റെ നോയ്സൊക്കെ കേട്ട് എണീക്കാൻ പറ്റി. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കെയർ ടേക്കർ പറഞ്ഞായിരുന്നു ഇവിടെ ഫുള്ള് ക്ലൗഡ് ബെഡ് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കുറച്ച് സണ്ണി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ലൗഡ് ബെഡൊന്നും കിട്ടുന്നില്ല. പക്ഷേ ആ മല ഉണ്ടോ, ആ മലയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഫോഗ് കയറി മൂടിയേക്കുവാണ്. എന്തായാലും രാവിലെ നല്ല രസമുണ്ട്.
താഴെയൊക്കെ ഇവരുടെ കോട്ടേജ്. ഇവിടെ 31 റൂംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതുപോലത്തെ 31 കോട്ടേജസ് ഇതുപോലെ ഇവർക്കുണ്ട്. സോ നമ്മൾ രാവിലെ റെഡി ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫുഡ് കഴിച്ചിട്ട് വരാം. സോ നമ്മുടെ കോട്ടേജുകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. നമ്മൾ നിന്നത് ഇച്ചിരി ഇന്നലെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ നിന്നത് കുറച്ച് സീനായിരുന്നെങ്കിലും, സീനൊന്നുമില്ല, ഒരു വലിയ വൈബില്ലായിരുന്നെങ്കിലും, പക്ഷെ ഇവിടുത്തെ ബാക്കിയുള്ള കോട്ടയൊക്കെ കിടുവാണ്. കാണിച്ചു തരാം. ഇതൊരു കിടിലൻ കോട്ടേജാണ്. അതുപോലെ ഇവിടെ കുറേ ഇങ്ങനത്തെ കോട്ടേജ് ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്, ബ്യൂട്ടിഫുൾ. ഇതുപോലത്തെ 31 കോട്ടേജസാണ് ഇവിടെ ഉള്ളത്. ഓപ്പോസിറ്റ് സൈഡിൽ വാഗമൺ ഹിൽസാണ് ഈ കാണുന്നത്. അവിടെ അതാണ് നമ്മുടെ ടാറ്റ ഹാരിയർ കയറ്റിയ എലിഫൻ്റ് റോക്ക് എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ ഇവിടുത്തെ ഓരോ കോട്ടേജസാണ്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ കോട്ടേജ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇതേണ്ട ഇത് ഇവിടുത്തെ വേറൊരു കോട്ടേജാണ്. ഇതെല്ലാം ഓരോ കോട്ടേജാട്ടോ. 31 കോട്ടേജുകളിൽ ഓരോ കോട്ടേജുകളുമാണ് ഇത്. പിന്നെ ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഇവിടെ പൊളിയായിരുന്നു. രാത്രിയിലത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു വലിയൊരു ക്യാമ്പ് ഫയർ ഏരിയ. അവിടെ കുറച്ച് ഡിജെയുടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഇവിടെ ആൾക്കാർ ഡാൻസ് ചെയ്യും. ഇവിടെ ക്യാമ്പ് ഫയർ എന്ന് വേണ്ട, വേണം തന്നെ. മുട്ട സീനാണ്. ചെക്കനെ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രോ, അപ്പം നമ്മൾ ഇവിടെ ഫെൻസ് ചെയ്യാൻ കയറുന്നിട്ടിരിക്കുക. നമ്മളാണെങ്കിൽ എല്ലാം പാക്കപ്പ് ചെയ്തിട്ട് നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അച്ഛനെ നമ്മളെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മളിവിടെ ഈ റൂട്ട് പോകുമ്പം, പശുപ്പാറ റൂട്ട് ഈ റൂട്ട് പോകുമ്പോൾ നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാറുണ്ട്. സോ ഇന്ന് നമ്മളൊരു കോൾഡ് കോഫി കുടിക്കാൻ വന്നത്. പക്ഷേ ഞാൻ ചോദിച്ചു ഇവിടെ കോൾഡ് കോഫി ഇല്ല. സോ ഞാനൊരു അവിൽ മിൽക്ക് നമ്മളൊരു അവിൽ മിൽക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സോ മച്ചാനെ നമ്മുടെ അവിൽ മിൽക്ക് വന്നിട്ടുണ്ട്. ഇതാണ് സാധനം. ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് ഐസ്ക്രീമാണേ. സോ നമ്മൾ വന്ന് നമ്മുടെ ഒരു ഹിഡൻ ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇതൊരു ഡാമുണ്ട്. വാഗമണിലൊരു ഡാമുണ്ട് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ലായിരിക്കും. നമുക്ക് നോക്കാം. എൻ്റെ പൊന്നു മച്ചാനെ, ഇവിടെ വന്നപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ കുറച്ച് ആൾക്കാർ ചൂണ്ടയൊക്കെ ഇടാൻ നിൽപ്പുണ്ട്. നൈസായിട്ട് മഴയത്ത് നിന്ന് ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിതിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. ഇവിടെ ഡാമുണ്ട്. ഡാം കാണാൻ വേണ്ടി പോവാണ്. പക്ഷെ മഴ പെയ്യുന്നുണ്ട്. എനിവേ നമുക്ക് പോയി നോക്കാം. മോനെ, എൻ്റെ പൊന്നു മച്ചാനെ, കിടില ഫ്രെയിം കേട്ടോ. പക്ഷെ നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതൊന്നും വലിയ രസമായിട്ട് തോന്നുന്നില്ല. പക്ഷെ കിടില ഫ്രെയിം. പുള്ളി മഴയത്ത് നിന്നിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് മീൻ പിടിക്കുന്നു. നമ്മൾ അങ്ങോട്ടേക്കുള്ള വഴി എന്നൊക്കെ പറയുന്നത് കാട്ടിലൂടെയൊക്കെ കുറച്ച് നടക്കണം. 4 വീൽ ഡ്രൈവ് വണ്ടികളൊക്കെ ഇവിടെ വരുന്നതാണ്. നമുക്ക് മോട്ടോർ സൈക്കിളിലൂടെ എത്താം. പക്ഷേ ഇടയ്ക്ക് ഒരു റിവർ ക്രോസിംഗ് ഉണ്ട്. അതിന് കാണിച്ചു തരാം ഡാം. അതെ, ഞാൻ അവിടെ പോയായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ വീഡിയോ എടുത്തില്ലെന്ന്. ഞാൻ കാരണം കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്. പല കാറ്റഗറി ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഷോർട്ട് വ്ളോഗ് ഇടുന്നുണ്ട്, ഒന്ന് റീല് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഏതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഓർത്തില്ല. പക്ഷേ ഞാൻ ആ ഡാമിൻ്റെ അവിടെ മണ്ടയ്ക്ക് കയറിയായിരുന്നു. ഞാൻ അല്ലാണ്ടുള്ള വീഡിയോ ഇടാം, അതിൻ്റെ അതിലിടാം. ആൻഡ് ഫൈനലി വി ഗോട്ട് ദ ഡാം. ആൻഡ് ഫൈനലി നമുക്ക് ഡാം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് വന്നായിരുന്നു. ഇതാ മുകളിൽ കോടയൊക്കെ കയറുന്നുണ്ട്. കാണിച്ചു തരാം.
കോട ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നടാവേ, നല്ല കിടിലം മഴയും. ഈ ക്ലൈമറ്റാണ് നമുക്ക് വേണ്ടത്. ഇവിടെ പലർക്കും ഈ ക്ലൈമറ്റ് ഇഷ്ടമല്ല, പലരും മഴ പ്രാകാറുണ്ട്. പക്ഷേ എനിക്ക് ഈ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. നോക്കി നിന്ന സമയം കൊണ്ട് ഇവിടെ കോട കംപ്ലീറ്റ് കയറി അങ്ങ് മൂടി കേട്ടോ. ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇതല്ലായിരുന്നു. ഭയങ്കര വെയിലും ഒക്കെ ആയിരുന്നു. കണ്ടേ, കോട കയറി അങ്ങ് മൂടിയെന്നേ. ഭയങ്കര രസമുണ്ട് ശരിക്കും പറയാൻ. ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ ഈ പ്രാവശ്യത്തെ വാഗമൺ ട്രിപ്പിൽ ഇങ്ങനൊരു സ്കീം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വെയിലൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഇന്നലെയൊക്കെ വെയിലായിരുന്നു. ഇന്ന് രാവിലെയൊക്കെ ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോൾ ഏകദേശം സമയം ഉച്ച കഴിഞ്ഞ് 2 മണി എന്തോ ആയെന്ന് തോന്നുന്നു. നമ്മൾ തിരിച്ചെന്നപ്പോൾ ഒരു മീനെ പിടിച്ചിട്ടിരിക്കുന്നത് കാണുമോ. ഇവിടെ കിഡിലും ഒരു പാലമുണ്ട്. നമ്മൾ മുമ്പേ പോയപ്പോൾ കണ്ട പാലം തന്നെയാണ്. ഇവിടെ 2-3 പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കോട കയറി വരുമ്പോഴല്ലോ എന്നെ വൈവാണെന്ന് നോക്കി വെച്ചാണേ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ മേളിലെത്തി. നമ്മുടെ മറ്റേ പാലത്ത് താഴത്തായിരുന്നു. ആ ഭാഗത്തായിട്ട് വരും. ഓട്ടോ കിടക്കുന്നതിന് മുന്നിലായിട്ട് വരും ഡാം. കുറച്ച് പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മുന്നോട്ട് നടക്കണം. ഇത് രസം നോക്കും മോനെ. മൺസൂൺ വ്ളോഗ്. അങ്ങനെ നമ്മൾ തിരിച്ച് കാറിൻ്റെ അകത്ത് വന്ന് കയറിയേക്കുവാണ്. ഷ്വെൽ ലെവൽ സ്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ. കിടിലം ക്ലൈമറ്റ്. മുമ്പേ പറഞ്ഞ പോലെ ഞാൻ ഈ ക്ലൈമറ്റ് പ്രതീക്ഷിച്ചല്ല വന്നേ, പക്ഷെ ഭയങ്കര രസമാണ്. കിടിലം ക്ലൈമറ്റ്. ജീപ്പേഴ്സാണ് റോഡ് മൊത്തം. പിന്നെ നമ്മളെ ഈ ചെറിയ വണ്ടിയും കൂടെ റോഡിൽ പോകുമ്പോൾ ഭയങ്കര ധാഷ്ട്യമാണ് കേട്ടോ. ബാക്കിയുള്ള വാഹനങ്ങളുടെ ഇത് കാണുന്നത്. ഈ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്വിഫ്റ്റ് ആണുള്ളത്. പക്ഷേ ഞാനിപ്പോൾ താറിൽ പോവുകയാണെങ്കിൽ നമുക്ക് റോഡിലൊരു റെസ്പെക്റ്റ് കിട്ടുന്ന ഫീലുണ്ട്. റെസ്പെക്റ്റ് ഇല്ലായിരിക്കാം, മേ ബി, ഇനി നമുക്ക് തോന്നലായിരിക്കാം. പക്ഷേ ഇതിൽ പോകുമ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് ഭയങ്കര ധാഷ്ട്യ മനോഭാവത്തോടു കൂടിയാണ്. ഭയങ്കര ഹോൺ അടി, അത് ചെയ്ത് ഇത് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഭയങ്കര ശരിക്കും ഞാനൊരു വണ്ടിയും ചെറുതാക്കി പറയുമല്ല, പക്ഷേ എനിക്ക് തോന്നുന്ന ഫീലിംഗ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ താറിൽ പോകുന്ന ഫീലിംഗ് അല്ല, ഇന്നോവയിൽ പോകുന്ന ഫീലിംഗ് അല്ല എനിക്ക്. ഇതിൽ മറ്റുള്ള ഒരു ആൾക്കാരുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വേറെയാണ്. കാരണം നമ്മളെ അവർ റോഡിൽ ട്രീറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. മറ്റുള്ളവരുടെ വണ്ടി വലുതായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. നമ്മളങ്ങനെ വാഗമണ്ണിൽ നിന്ന് നേരെ ഏലപ്പാറയ്ക്കുള്ള വഴി പിടിച്ചേക്കുവാണ്. വരാട്ടുപുഴ അവിടെ കാണാം. അതിൻ്റെ മണ്ടയ്ക്ക് കുറേ പിള്ളേരൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ എവിടെയൊക്കെ കുറേ പെട്ട് പോലെ പിള്ളേർ നിൽപ്പുണ്ടായിരുന്നു. എന്താ കാണാമോ എന്തോ. അതിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. സോ നമ്മളിവിടെ വരെ എത്തി. പയ്യനെ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് അവിടെ ഒരു ട്രാവലർ കിടക്കുന്നുണ്ടോ, അതവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുക. ഒരു ബൈക്ക് വന്ന് ഇടിച്ചായിരുന്നു. ആക്സിഡൻറ്റ് പറ്റി കിടക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പതിയെ നീങ്ങാം. മൺസൂൺ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ. ഞാൻ ഇതിലിങ്ങനെ ഡ്രൈവ് ചെയ്ത് തന്നപ്പോഴേ ആ മല മുഴുവൻ കോടമഞ്ഞ് കയറി നിറഞ്ഞു നിൽക്കുന്ന കണ്ടു. അത് നമ്മുടെ കൈലാസഗിരി ഭാവമൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങ് ദൂരത്തുനിന്ന് വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നത് കാണാം. ഉറും പഴിഞ്ഞ് വരുന്നത് പോലെ വരുന്നത്. കാണിച്ചു തരാം. എന്ത് ഭംഗിയല്ലേ. പൊന്നു ബ്രോ, ഈ റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ വാഗമൺ ഏലപ്പാറ റൂട്ടാണ്. മുമ്പേ പറഞ്ഞ പോലെ മലയൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുക. ഏതാണ് നമ്മുടെ കൈലാസഗിരി ഭാഗമൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല.
ആൾക്കാരൊക്കെ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. സൈഡിൽ തേയിലത്തോട്ടമൊക്കെയാ, മൂഡാണ്. ഇതെന്തായാലും കിടിലം വഴിയാട്ടോ. ഞാൻ പിന്നെ പറയാം, ഇത് ഭയങ്കര കിടിലം വഴിയാണ്. ഇത് മറ്റേ വഴി കൂടെ പോരുതാ, ഭയങ്കര റോഡ് പാച്ച് ചെയ്തേക്കുന്നുണ്ട്, ഭയങ്കര ഇതിലപ്പോൾ ഇതാ. ഈ റൂട്ട് അധികം ആർക്കും അറിയാത്തതുകൊണ്ട് ഈ റൂട്ട് ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ തിരക്ക് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലെ പോകാം, ഈസി ആയിട്ട് പോകാം, പെട്ടെന്ന് പോകാൻ കൊണ്ടെത്തും. വേണേൽ മറ്റൊരു ഷോർട്ട് കട്ടെന്ന് പറയാം. ഏലപ്പാറ ടൗണിലെത്തിക്കുവാണ് കേട്ടോ. ഇവിടെ മഴ പെയ്ത് തോന്നേക്കുവാണ്. ഇവിടെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, നേരെ കുട്ടിക്കാനത്തിലാണ് പോകുന്നത്. കുട്ടിക്കാനത്ത് ടൗൺ ബേക്കറി തിരക്കില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കയറും, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ 1-2 ഷോപ്സ് ഉണ്ട്. അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ബിഗിലെ ഫുഡ് മസ്റ്റാണ്. മേളെല്ലാം ഈ കോട കയറി മറിഞ്ഞിരിക്കുന്നുണ്ടോ. ബ്രോ, നമ്മളെ ഫുഡ് കഴിക്കാൻ കുട്ടിക്കാനത്ത് കയറിയപ്പോഴാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏത് ക്യാമറയാണ് ബാക്കി തന്നെ. ഫുഡ് കഴിക്കാൻ കുട്ടിക്കാനത്ത് കയറിയപ്പോഴാണ് നമ്മുടെ ടൗൺ ബേക്കറിയുടെ ഓപ്പോസിറ്റ്. ടൗൺ ബേക്കറി ഭയങ്കര തിരക്കാണ്. ടൗൺ ബേക്കറിയുടെ ഓപ്പോസിറ്റുള്ള ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ട്. സോ നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഫോണിൽ സ്പേസ് ഇല്ല. ഈ ഒരു വ്ലോഗ് ചെയ്യാനോട് വൈൻഡപ്പ് ചെയ്യുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും വണ്ടി എടുക്കാൻ വന്നേക്കുവാണ്. സോ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്, ബിക്കോസ് ഫോണിൽ സ്പേസ് ഇല്ല. അടുത്തൊരു വ്ളോഗുമായിട്ട് ഉടനെ തന്നെ കാണുന്നതായിരിക്കും. ബൈ.